പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 28-ാമത്തെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശങ്ങൾക്കായി നമുക്ക് അടുത്തു ചെല്ലാം. അവൻ ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. ദുഃഖം ലോക സഹജമാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. തീവ്രമായ ദുഃഖം വരുമ്പോൾ ഓരോരുത്തരും പല നിലകളിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിക്കരഞ്ഞു കണ്ണുനീർ തൂകിക്കൊണ്ട് നടക്കുമ്പോൾ മറ്റു ചിലർ സങ്കടം സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ആരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. അനേക ജോലി സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുടെ പോരാട്ടവും അസൂയ നിറഞ്ഞ ഇടപെടൽ കാരണവും ഈ സ്ഥാപനത്തിൽ തുടർന്ന് എനിക്ക് ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല എന്ന് അനേകർ പറയുന്നുണ്ട്. കുടുംബജീവിതങ്ങളിൽ പ്രതികൂലങ്ങൾ കാരണം പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാതെ എത്രയെത്ര പ്രിയപ്പെട്ടവർ വിവാഹബന്ധം വേർപെടുത്തുന്നവർ. യഹൂദന്മാർ തീവ്രമായ ദുഃഖത്തിൻ്റെ അടയാളമായി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വയം വലിച്ചു കീറി ചാക്ക് രട്ടുശീല ഉടുത്ത് ചാരം വാരി തലയിലിട്ടുകൊണ്ട് ചാരത്തിൽ കിടന്ന് ഉരുളുകയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രാജാക്കന്മാർ മുതൽ സാമാന്യ ജനങ്ങൾ വരെയുള്ളവർ അങ്ങനെ ചെയ്തിരുന്നു. അവർ ഇങ്ങനെ ഹൃദയപൂർവ്വം ഉപവസിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് അവർ വിടുവിക്കുകയും തുടർന്ന് അവരുടെ ദുഃഖം നീങ്ങി സന്തോഷിക്കുവാനുള്ള ദൈവം നൽകുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിനുള്ള വിവിധ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു ഭക്തൻ നേരിടുന്ന ദുഃഖത്തിൽ ദൈവം മൗനമായിരിക്കുകയില്ല. അവരുടെ നിലവിളി കേട്ട് അവരുടെ രോഗത്തിൽ നിന്നും കടഭാരങ്ങളിൽ നിന്നും മരണക്കെണികളിൽ നിന്നും വിടിവിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഒരു ഭക്തൻ രട്ടെടുത്തുകൊണ്ടിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ നമ്മുടെ ദുരിതം മാറുകയും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ആനന്ദവും സന്തോഷവും ആയിരിക്കുമെന്ന് അതിനർത്ഥമില്ല. നാം നമ്മുടെ പ്രത്യാശ നാട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ ദുഃഖം പൂർണ്ണമായും മാറുന്നത്. തനിക്ക് മക്കൾ ജനിക്കാത്തത് നിമിത്തം ഹന്നയുടെ പ്രതിയോഗിയായ പെനീന അവളെ നിരന്തരം നിന്ദിച്ചു കൊണ്ടിരുന്നു. മറ്റു പലരും ചെയ്യുന്നത് പോലെ അവൾ ദൈവത്തെ കുറ്റം പറയുകയോ നിരാശയുടെ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യാതെ യഹോവയുടെ ആലയത്തിൽ പോയി കരഞ്ഞു അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. അനേക പ്രിയപ്പെട്ടവർ നിരാശ വരുമ്പോൾ, നിന്ദകളും പരിഹാസങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇനി പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട, ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് അനേകർ ദൈവസന്നിധി വിട്ട് പിന്മാറുന്നവരുണ്ട്. കടഭാര നിമിത്തം വളരെ മനോദുഃഖം അനുഭവിച്ചവളാണ് എലീശാ പ്രവാചകന്റെ ശിഷ്യന്റെ വിധവ. കടക്കാർ വന്ന് തൻ്റെ മക്കളെ അടിമയാക്കി പിടിച്ചുകൊണ്ടു പോകുന്നതെന്ന് തൻ്റെ ഭക്തനോട് അപേക്ഷിക്കുമ്പോൾ ഈ വിധവ പ്രവാചകന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. എന്നാൽ ദൈവം അവളുടെ ദുഃഖം മാറ്റുക മാത്രമായിരുന്നില്ല ചെയ്തത്. വരും കാലം അവൾക്ക് ജീവിക്കുവാനുള്ള വകയും കൂടെ കൊടുത്തുകൊണ്ട് അവളുടെ ദുഃഖം ഹല്ലേലൂയ മാറ്റി ആനന്ദമാക്കി തീർത്തു. ഇന്നും നാം കണ്ടുവരുന്ന ഒരു പ്രവണത ഇല്ലാത്ത ദുഃഖമുണ്ടെന്ന് അഭിനയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കുന്നവരെ. എന്നാൽ ദൈവം കഠിനമായി ശാസിക്കുന്നത് മാത്രമല്ല ശിക്ഷിക്കുകയും ചെയ്യും എന്ന് ഈ കൂട്ടർ അറിയുന്നില്ല. നാം ഒന്ന് തിരിച്ചറിയാം, ദൈവം രട്ടും വെണ്ണീറും മാറ്റി സന്തോഷം ഉടിപ്പിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ ജീവിച്ചാൽ കരച്ചിൽ നിലവിളിയിലേക്കും നിലവിളി തീരാ ദുഃഖത്തിലേക്കും അവസാനിക്കും. ആകയാൽ പ്രിയ ദൈവവേദനയെ നമ്മുടെ വിലാപത്തെയും ദുഃഖത്തെയും മാറ്റി സന്തോഷം നൽകുന്ന ദൈവസന്നിധി നമുക്ക് വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അടുത്തു ചെല്ലാം. ഈ പ്രഭാതം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. അതേ സങ്കീർത്തനക്കാരനോട് ഇയ്യോബിനോടുകൂടെ ചേർന്ന് നമുക്കും പറയുവാനിടയാകട്ടെ. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ
രക്ഷയിലേക്ക് കയറ്റുന്നു. അതേ ദൈവവേദിലെ ഇന്ന് പ്രഭാതം ഈ സന്ദേശം ആമേൻ നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ ദുഃഖത്തിൻ്റെ അനുഭവമാണോ, വേദനയുടെ അനുഭവമാണോ, നിരാശയുടെ അനുഭവമാണോ, അതിൽ നിന്ന് കരകയറ്റുവാൻ ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഭവനമില്ലാതെ ദുഃഖിക്കുന്നവർ, തലമുറകളില്ലാതെ ദുഃഖിക്കുന്നവർ, തലമുറകളെ ഓർത്ത് ദുഃഖിക്കുന്നവർ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടഭാരങ്ങളിൽ അനവധി നിരവധി ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നിന്റെ ജനത്തിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ മറുപടി ഈ പ്രഭാതം അയച്ച് ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.